നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വേർഡാണ്. കാരണം ജീവിതത്തിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, വലിയ വലിയ തീരുമാനങ്ങളായിക്കോട്ടെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് 18 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ കരിയറിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചുമുള്ള ആശങ്കകൾ മാറ്റുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ ഗിരിജ. ഞാനൊരു കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഒരു മെൻറ്റർഷിപ്പ് ആൻഡ് കരിയർ ഗൈഡൻസ് സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടറാണ്. ഓൾസോ കോ ഫൗണ്ടർ ഓഫ് ലൂമിന ടാലൻറ്റ് എൻറിച്ച്മെൻറ്റ് സെൻറ്റർ. 10 കഴിഞ്ഞാൽ ഏത് സ്ട്രീം എടുക്കും എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. മാതാപിതാക്കൾക്ക് കൺഫ്യൂഷനാണ് കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന്. കുട്ടികൾക്ക് കൺഫ്യൂഷനാണ് ഞാൻ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഇതിൽ 10 കഴിഞ്ഞ് അല്ല ശരിക്കും സ്ട്രീമിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. മിനിമം നമ്മളൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ നമ്മൾ ഏത് വിഷയം എടുത്താണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ തുടക്കത്തിലെങ്കിലും നമുക്കിതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവണം. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പല സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതിൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളുണ്ട്. ഈ പറയുന്ന സബ്ജക്റ്റുകളിലെല്ലാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളുടെ കഴിവിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം ചില സബ്ജക്റ്റുകളിൽ നമുക്ക് മാർക്ക് കൂടുതൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ മാത്തമെറ്റിക്സ്. ട്യൂഷന് പോകുന്നുണ്ടാവാം, സ്കൂളിൽ നന്നായിട്ട് റിവിഷൻ നടത്തുന്നുണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടും. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ BSc മാത്സ് എടുത്ത് പഠിക്കണം അല്ലെങ്കിൽ അതിനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടെന്നല്ല. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റിലും ശരിയായ ഒരു താല്പര്യം കണ്ടെത്തണം. അതായത് മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഈ പറയുന്ന ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നത് എന്നാണ്. ഇപ്പം മാത്സിന് 48 മാർക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ഇംഗ്ലീഷിൽ 45 ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിനോടായിരിക്കും ആ കുട്ടിയുടെ അഫിനിറ്റി. ഓക്കെ. അപ്പം ഈ പറയുന്ന പല പാരൻസും കാണാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ കരിയർ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത് സയൻസ് സബ്ജക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ജോലി സാധ്യത കൂടുതലുണ്ട് എന്നാണ്. ഇന്നും, അതായത് ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഇന്നും ആ പറയുന്ന ട്രെൻഡ് നിലനിൽക്കുക തന്നെയാണ്. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടുതലാണ് എന്നുള്ളത്. അങ്ങനെയല്ല. ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഇന്ന് ജോലി സാധ്യതകളുണ്ട്. പക്ഷേ താല്പര്യമുള്ള സബ്ജക്റ്റുകൾ നല്ല കോളേജുകളിൽ, നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പല കോമ്പിനേഷൻസും എടുക്കാനായിട്ട് സാധിക്കും. അതായത് എക്കണോമിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് മാത്സ് എടുത്ത് പഠിക്കാൻ സാധിക്കും, സൈക്കോളജി പഠിക്കാൻ സാധിക്കും. അങ്ങനെ കോമ്പിനേഷൻസ് നമുക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനുള്ള സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പ്ലസ് മാത്തമെറ്റിക്സ് ആണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഏത് സ്കൂളുകളിലാണ് ഉള്ളതെന്ന് നമ്മൾ ആദ്യം നോക്കണം. അവിടെ അതിനു മുന്നേ ഉള്ള വർഷം അഡ്മിഷൻ നടന്നത് ഏത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കൊരു ടാർഗറ്റായി അല്ലേ, 10th എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് നമുക്കുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യം നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ തുടക്ക സമയത്ത് തന്നെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് ടാർഗറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ എല്ലാ കുട്ടികളും ഡോക്ടറാവാനും എൻജിനീയർ ആവാനും അല്ല ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നല്ല ലോയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ജേർണലിസ്റ്റ് ആകാം, നല്ല സൈക്കോളജിസ്റ്റ് ആകാം, നല്ല ആർട്ടിസ്റ്റ് ആകാം, നല്ല ഫോട്ടോഗ്രാഫർ ആവാം, നല്ല മീഡിയ പേഴ്സൺ ആവാം, നല്ല ഡാൻസർ ആവാം. അപ്പോൾ ഒരുപാട് പ്രൊഫഷൻസ് ഇന്നുണ്ട്. അപ്പം ഈ പറയുന്ന എല്ലാ പ്രൊഫഷനും ഇന്ന് ജോലി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പഠിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നതാണ് കരിയറിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കുക. പിന്നെ ഈ പറയുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്,
നമ്മളുടെ ആഗ്രഹമല്ല കുട്ടികളിൽ അടിച്ചേൽപ്പിക്കേണ്ടത്. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു 20 വർഷം മുന്നേ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ നോളേജോ ട്രെൻഡോ വെച്ചിട്ടായിരിക്കാം നമ്മൾ കുട്ടിയെ ഉപദേശിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൽ കുട്ടികളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മാതാപിതാക്കളും നിങ്ങൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ നന്നാവരുതെന്നോ കരുതിയിട്ട് ഒരിക്കലും ഉപദേശിക്കില്ല. എപ്പോഴും നമ്മുടെ മക്കൾ നന്നായിരിക്കണം എന്ന് കരുതി തന്നെയാണ് എല്ലാ ഉപദേശങ്ങളും വരുന്നത്. ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അവരത്ര അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു ഓൾഡ് ഫാഷൻഡ് അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരൊരിക്കലും നിങ്ങളെ എന്താ പറയുന്നത് നല്ല വഴിക്ക് അല്ലാതെ നടത്താനായിട്ട് ഒരു പാരൻസും ആഗ്രഹിക്കില്ല. അപ്പോൾ കുട്ടി പറയുന്ന കാര്യത്തിന് പാരൻസിന് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുക, പാരൻസ് പറയുന്ന ഒരു കാര്യങ്ങൾക്ക് കുട്ടിക്കും റെസ്പെക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിനുശേഷം കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും വ്യക്തമായി നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. വ്യക്തമായ തീരുമാനത്തിലെത്തുമ്പോൾ ഈ കുട്ടി സയൻസിന് എന്തൊക്കെയാണ് +2 പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ടെന്നും സിലബസ് എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഇനി കൊമേഴ്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ കൊമേഴ്സിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്, അതിലെന്തൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ എനിക്ക് സയൻസ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കുന്നു, സെക്കൻഡ് ചോയ്സ് അതാണ്. അങ്ങനെയല്ല. കൊമേഴ്സ് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു സബ്ജക്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല വേറൊരു സബ്ജക്റ്റ് എടുക്കേണ്ടത്. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ സബ്ജക്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 10th പഠിക്കുന്ന കുട്ടികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് സബ്ജക്റ്റുകളാണ് താല്പര്യമുള്ളത്, അതിനനുസരിച്ച് സിലബസ് മറക്കാതെ നിങ്ങൾ നോക്കണം ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുന്നേ. ഓക്കെ, ഇതാണ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രീം സെലക്ട് ചെയ്യാനായിട്ട് പുറപ്പെടുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുകയാണ്, ഒരു റൈറ്റ് ടൈമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ചിന്തിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹറിബറിയിൽ നമ്മളൊരു ഡിസിഷൻ എടുത്താൽ അത് നല്ലൊരു ഡിസിഷൻ ആവണമെന്നില്ല. പിന്നെ ഉപദേശിക്കുന്ന പാരൻസിനോടും അല്ലെങ്കിൽ പാരൻസ് പലപ്പോഴും സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറയും കുട്ടിയെ ഒന്ന് ഉപദേശിക്കൂ എന്നുള്ളത്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല കുട്ടിയെ ഉപദേശിക്കേണ്ടത്. പറയുന്ന അല്ലെങ്കിൽ ഉപദേശിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ആൾക്കാരോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഉപരിപഠനത്തിനെ കുറിച്ചിട്ടുള്ള ആശയം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ആശങ്ക എന്തെന്ന് മനസ്സിലാക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താവുള്ളൂ. അപ്പോൾ കുട്ടി എന്താവണം അതായി തീരട്ടെ, അല്ലാതെ നിങ്ങൾ ആ കുട്ടി എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു അതാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക.